എന്താ കുട്ടി വിശേഷം? സുഖാണ്. സിദ്ദീഖ് വിളിച്ചില്ലേ? ഇല്ല, ഇന്ന് വിളിച്ചിട്ടില്ല. ഞാൻ വിളിച്ചപ്പോ എടുക്കുകയും ചെയ്തില്ല. നല്ല പണിത്തിരക്കിലാവും. ആയിരിക്കും. പിന്നെ ഞാൻ വന്നത് അറിയാം മാധവേട്ടാ, ഇതുവരെ കാശൊന്നും കിട്ടിയിട്ടില്ല. അയക്കുമ്പോ ഞാൻ അങ്ങോട്ട് എത്തിച്ചോളാം. ആരെ കുട്ടിയോട് പറഞ്ഞ ഞാൻ വാടകയ്ക്ക് വേണ്ടി വന്നു? എൻ്റെ മോന്റെ കല്യാണ അടുത്ത മാസം 15-ന്. അപ്പോ ക്ഷണിക്കാൻ വേണ്ടി വന്നാണ് ഞാൻ. സിദ്ദീഖിനോടും പറയണം. വാടകയുടെ കാര്യമൊന്നും പ്രശ്നമാക്കണ്ട കേട്ടാ. അത് നീ ഉള്ളപ്പോ തന്നാ മതി കേട്ടാ കുട്ടിയെ. സിദ്ദീഖിനോട് പറയണം, എല്ലാരും കൂടി നേരത്തെ തന്നെ വരണം കേട്ടാ. പറയാം, മറക്കരുത് സിദ്ദീഖിനോട്. ശരി കേട്ടാ, പോട്ടെ. ഹലോ ഇക്ക, നിങ്ങൾ എവിടെ? ഞാനിവിടെ തന്നെ ഉണ്ട്. എന്തൊക്ക എന്തെങ്കിലും ശബ്ദം വല്ലാണ്ടിരിക്കണേ? എന്താ, എന്ത് പറ്റി? ഒന്നുമില്ല പെണ്ണെ. അല്ല, ഇക്കാക്ക് എന്തോ പ്രശ്നമുണ്ട്. നിങ്ങൾ പറയിക്ക, എന്താ പറ്റിയത്? അത് മോളെ, എൻ്റെ ഇക്ക ഒന്ന് പറ, എന്നെങ്ങനെ തീ തീറ്റിക്കാതെ. എൻ്റെ ജോലി പോയി. താമസിക്കുന്നിടത്തും തന്നെ ഇറക്കി വിട്ടും ചെയ്തു. ഇനി എന്താ ചെയ്യാ? കൊടുക്കാനുള്ളവരോടൊക്കെ നമ്മൾ എന്താ പറയാ? എനിക്കറിയില്ല. വിഷമിക്കാണ്ടിരിക്കും. പടച്ചോൻ വഴി ഒരുക്കി തരും. ഞാൻ വിളിക്കാം. നീ വെച്ചോ. കിട്ടുന്നില്ലല്ലോ. എവിടെ പോയി? കിട്ടണില്ലല്ലോ. ഇത് നമ്മുടെ ഷുക്കൂറിൻ്റെ അനിയൻ്റെ നമ്പറാണ്. സൂക്ഷിച്ചു വെച്ചോ. എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാലോ.
ഇക്ക, ഞാൻ സിദ്ദീഖിന്റെ ഭാര്യ ബഷറയാണ്. ആ പറയും മോളെ. ഇക്ക, സിദ്ദീഖ 3 ദിവസമായി വിളിച്ചിട്ട്, ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണില്ല. ഒന്ന് അന്വേഷിക്കോ? അതെന്തേ, നിങ്ങൾ തമ്മിൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഏയ് ഇല്ലക്ക, ലാസ്റ്റ് വിളിച്ചപ്പോ പണി പോയി, പിന്നെ താമസിക്കുന്നിടത്ത് ഇറങ്ങേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞു. പ്ലീസ് ഇക്ക, ഒന്ന് അന്വേഷിക്കോ? ഇതൊന്നും പറയാൻ ആരുമില്ല. മോള് വിഷമിക്കണ്ട, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്നിട്ട് ഞാൻ മോളെ വിളിക്കാം. ആ കബീറെ, നീ എവിടെയുള്ളത്? ഹലോ അങ്ങനെ പാർക്കിന്നേ ഒരു മയ്യത്ത് കിട്ടി. ഒരു ബാഗുണ്ട്, പാസ്പോർട്ടും ഇല്ല, ബത്താക്കില്ല. പിന്നെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു എനിക്ക്, ഒരു റോസ് കളറിലുള്ള യൂണിഫോം ഇട്ടൊരു കുട്ടിയുടെ ഫോട്ടോ. അപ്പൊ അനാഥപ്രായം വെച്ചിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്തു? നമ്മൾ കബറടിച്ചു.